പാർട്ടിയും ഭരണവും നിയന്ത്രിക്കുന്ന പിണറായി വിജയൻ പോലീസിനെ സംഘപരിവാറിന് വിട്ടുകൊടുത്തത് ദുരൂഹമാണെന്നും കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദിയും കേരളം ഭരിക്കുന്ന പിണറായി വിജയനും ജനദ്രോഹ നടപടികളുമായാണ് മുന്നോട്ടു പോകുന്നതെന്നും കൊണ്ടോട്ടി നിയമസഭാ മണ്ഡലം എംഎൽഎയും മുസ്ലിം ലീഗ് നേതാവുമായ ടി വി ഇബ്രാഹിം പറഞ്ഞു. UAPA എന്ന് പറയുന്ന കിരാത നിയമമാണ് എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് നടപ്പിലാക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു. ആ കിരാത നിയമം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ പാവപ്പെട്ട സഹോദരന്മാരെ പിണറായി വിജയന്റെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി തുറുങ്കിലടക്കുന്നത്, റിമാൻഡ് ചെയ്യുന്നത്, വിചാരണ കൂടാതെ തടവിൽ വെക്കുന്നത്. MM അക്ബർ ചെയ്ത കുറ്റം എന്താണ് എന്നുള്ളത് പിണറായി വിജയൻ വ്യക്തമാക്കണം. കരിപ്പൂരിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സൗകര്യങ്ങളാണ് പുതുതായി വന്നുകൊണ്ടിരിക്കുന്നത്. വിമാനത്താവളത്തിന് സ്ഥലപരിമിതിയുണ്ട്. എന്നാൽ സ്ഥലമേറ്റെടുപ്പിന്റെ പേരിൽ പരിസരവാസികളെ ആട്ടിയോടിക്കാൻ അനുവദിക്കില്ല. കരിപ്പൂരിനെ തകർക്കാനുള്ള ശ്രമങ്ങളെ ജനകീയ പിന്തുണയോടെ പ്രതിരോധിക്കുമെന്നും സ്ഥലം MLA കൂടിയായ ടി വി ഇബ്രാഹിം പറഞ്ഞു. ഈ കാര്യത്തിൽ പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്യുവാനും പുതിയ മന്ത്രിസഭയ്ക്ക് എല്ലാവിധ പിന്തുണ നൽകുവാനും മുസ്ലിം ലീഗ് പാർട്ടിയും അവിടെയുള്ള 2 MLA-മാരും തയ്യാറാണ് എന്നുകൂടി ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അത് ഈ നാട്ടിലെ പാവങ്ങളായ അവിടെയുള്ള താമസക്കാരായ ആളുകളുടെ കണ്ണീരൂറ്റിയെടുത്തുകൊണ്ടാവരുത് എന്നുള്ള കാര്യത്തിൽ മുസ്ലിം ലീഗ് പാർട്ടിക്കും അവിടെയുള്ള MLA-മാർക്കും നിർബന്ധമുണ്ട് എന്നുകൂടി ഞാൻ അറിയിക്കുകയാണ്. സ്വീകരണ സമ്മേളനത്തിൽ പ്രസിഡന്റ് MK നൌഷാദ് അധ്യക്ഷത വഹിച്ചു. അഹമ്മദ് പാളയാട്ട് ഉദ്ഘാടനം ചെയ്തു. അബൂബക്കർ അരിമ്പ്ര, CK ഷാക്കിർ, അബൂട്ടി മാസ്റ്റർ, ബഷീർ തൊട്ടിയൻ തുടങ്ങിയവർ സംസാരിച്ചു. KN ലത്തീഫ് സ്വാഗതവും അബ്ദുറഹിമാൻ അയക്കോടൻ നന്ദിയും പറഞ്ഞു. സാദിഖ് അലി തുവൂർ, മീഡിയ 1, ജിദ്ദ.